മജ്മ നികായ 121 ചൂള ശൂന്യത സുത്ത. ശൂന്യത ധ്യാനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂത്തം. സുഹൃത്തുക്കളെ, ഇതിന് മുൻപുള്ള സൂത്തം 120 സംഘാര ഉപപത്തി സുത്ത, അത് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടില്ല. ആ സൂത്തം പുനർജന്മത്തെക്കുറിച്ചിട്ടാണ്. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള ലോകത്ത് നമ്മൾക്ക് പുനർജന്മം നേടാൻ സാധിക്കും. മനുഷ്യലോകത്ത് ക്ഷത്രിയരുടെ വംശത്തിൽ, ബ്രാഹ്മണരുടെ വംശത്തിൽ, അതേപോലെ തന്നെ ദേവലോകത്ത്, രൂപബ്രഹ്മലോകത്ത്, അരൂപബ്രഹ്മലോകത്ത്, എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾക്ക് മരണശേഷം പുനർജന്മം നേടാൻ സാധിക്കും. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ്. അതിന് 5 കാര്യങ്ങൾ നമ്മൾക്ക് ആദ്യമായിട്ട് ആവശ്യമാണ്. 1 ശ്രദ്ധ, 2 5 ശീലങ്ങൾ നമ്മൾ ശരിയായിട്ട് പാലിക്കണം. അടുത്തതായിട്ട് നമ്മൾക്ക് ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് വേണം, ശ്രുതം. അടുത്തതായിട്ട് ദാനം നമ്മൾ അഭ്യസിക്കണം. അടുത്തത് പ്രജ്ഞ, അതായത് പഞ്ഞ നമ്മൾ അഭ്യസിക്കണം. ഈ 5 കാര്യങ്ങൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പുനർജന്മം ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾക്ക് ഏത് ലോകത്തിൽ ജന്മം വേണമോ അവിടെ നമ്മൾ മനസ്സുറപ്പിക്കുന്നു, അതിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നു, അതിനെ തന്നെ ഭാവന ചെയ്യണം. ആ പുനർജന്മത്തിലെ സംഘാരങ്ങളെ അല്ലെങ്കിൽ സംസ്കാരങ്ങളെ നമ്മൾ ഭാവന ചെയ്യുകയും ആ സംസ്കാര വിഹാരങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുകയും ഭാവന ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മരണശേഷം നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് പുനർജനിക്കും. പക്ഷേ പുനർജന്മം ഒന്നും വേണ്ട എന്ന് പറയുന്ന വ്യക്തിയാണ് എങ്കിൽ നിർവ്വാണത്തെ ഭാവന ചെയ്യുകയാണെങ്കിൽ അവസാനം ആ വ്യക്തി പുനർജന്മമില്ലാതെ നിർവ്വാണം നേടും. ഇതാണ് ആ സൂത്രത്തിൻ്റെ രത്നചുരുക്കം. അത് ധ്യാനവുമായിട്ട് ബന്ധപ്പെടാത്തതിനാലാണ് അത് ഞാൻ വിവർത്തനം ചെയ്യാതിരുന്നത്. എന്നാൽ 121 സൂത്രം വളരെ പ്രാധാന്യമുള്ള സൂത്രമാണ്. എങ്ങനെയാണ് ഒരു ഭിക്ഷു 8ാമത്തെ ധ്യാനം കഴിഞ്ഞ് ശൂന്യത എന്ന് പറയുന്ന ധ്യാനത്തിൽ എത്തുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം. ധ്യാനം ചെയ്യുന്നവർക്ക് വളരെ ഉപയുക്തമായിട്ടുള്ള ഒരു സൂത്രമാണ്. വളരെ ആഴത്തിൽ ധ്യാനം ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ സംശയങ്ങൾക്ക് ഈ സൂത്രം ഉത്തരം നൽകുന്നതാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ മികാരമാതാവിൻ്റെ പുബ്ബാരാമത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം സായാഹ്ന സമയത്ത് ആയുഷ്മാൻ ആനന്ദൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഒരു സമയത്ത് ഭഗവാൻ ശാക്യന്മാരുടെ സ്ഥലമായിട്ടുള്ള നഗര എന്ന് പറയുന്ന ഒരു നഗരത്തിൽ വിഹരിക്കുകയായിരുന്നു. ബന്ദേ, ആ സമയത്ത് ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ഞാൻ ഇത് കേട്ടതിന് ശേഷം ഞാൻ അതിനെ പഠിച്ചു. ശൂന്യത വിഹാരേനാഹം ആനന്ദ ഏതരഹി ബഹുലം വിഹരാമീതി. ആനന്ദ, ഈ ദിനങ്ങളിൽ ഞാൻ സാധാരണയായിട്ട് ശൂന്യതയിലാണ് വിഹരിക്കുന്നത്. ശൂന്യതാ ധ്യാനമാണ് ഞാൻ ചെയ്യുന്നത്. ബന്ദേ, ആ കാര്യം ശരിയായിട്ടാണ് ഞാൻ കേട്ടത്, ശരിയായിട്ടാണ് ഞാൻ പഠിച്ചത്, ശരിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മനസ്സിനെ അതിൽ അർപ്പിക്കുന്നത്, ശരിയായിട്ടുള്ള രീതിയിലാണ് ഓർമ്മിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആനന്ദ, താങ്കൾ ശരിയായിട്ടുള്ള രീതിയിലാണ് അതിനെപ്പറ്റി കേട്ടത്, പഠിച്ചത്, മനസ്സിനെ അതിൽ അർപ്പിച്ചത്, ഓർമ്മിച്ചത്. മുൻപത്തെ പോലെ ഇപ്പോഴും ഞാൻ സാധാരണയായിട്ട് ഈ ശൂന്യത എന്ന ധ്യാനത്തിലാണ് വിഹരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ധ്യാന അഭ്യസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാകുകയുള്ളൂ. ധ്യാന അഭ്യസിക്കാത്ത വ്യക്തികൾക്ക് ഈ സൂത്രം ശരിയായിട്ട് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ആനന്ദ, ഇങ്ങനെ കരുതുക, മികാരമാതാവിൻ്റെ ഈ പുബ്ബാരാമം ഉണ്ട്. ഈ പൂർവാരാമത്തിൽ ആനകളില്ല, പശുക്കളില്ല, കുതിരകളില്ല, കഴുതകളില്ല, സ്വർണമില്ല, ധനമില്ല, സ്ത്രീകളോ പുരുഷന്മാരോ ഇവിടെ ഇല്ല. അതെല്ലാം ശൂന്യമാണ്. ശൂന്യമില്ലാത്ത ഒന്ന് മാത്രമാണ് ഇവിടെയുള്ളത്, അതാണ് ഈ ഭിക്ഷു സംഘം. ഇതേപോലെ തന്നെ ആനന്ദ, ഒരു ഭിക്ഷു ഗ്രാമത്തിൻ്റെ സന്യയെ അവഗണിച്ചുകൊണ്ട്, മനുഷ്യന്മാരുടെ സന്യയെ അവഗണിച്ചുകൊണ്ട് അരണ്യസന്യയിൽ മാത്രം മനസ്സുറപ്പിച്ച് നിർത്തുന്നു. അതായത് ഒരു ഭിക്ഷു അരണ്യത്തിൽ പോയിട്ട് ധ്യാനിക്കുന്ന സമയത്ത് ആ ഭിക്ഷു ഗ്രാമങ്ങളെപ്പറ്റി ഓർക്കാൻ ശ്രമിക്കുന്നില്ല, മനുഷ്യന്മാരെ പറ്റി ഓർക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് അരണ്യമാണ് എന്നുള്ള ആ സംഖ്യ മാത്രം മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുന്നു.
അപ്പോൾ ആ ഭിക്ഷുവിൻ്റെ സന്യ, ആ അരണ്യസന്യ അവിടെ പ്രതിഷ്ഠിതമാകുന്നു, അവിടെ സ്ഥിരമാകുന്നു. അതിൽ ആ ഭിക്ഷുവിന് ആത്മവിശ്വാസം വരുന്നു. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇവിടെ ഗ്രാമസന്യ അതേപോലെ തന്നെ മനുഷ്യസന്യ തുടങ്ങിയ സംഖ്യകളോടുള്ള പ്രയാസം ഇല്ല. ഇവിടെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, അരണ്യസന്യ. അതായത് ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ഗ്രാമത്തിൻ്റെയോ മനുഷ്യന്മാരുടെയോ ഓർമ്മ ഒട്ടും തന്നെ വരുന്നില്ല. അവരുടെ മനസ്സ് ഈ അരണ്യത്തിൽ മാത്രം പ്രതിഷ്ഠിതമാണ്. പക്ഷേ ഇതും ഒരു പ്രയാസമാണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ലക്ഷ്യം നിബ്ബാണമാണ്. അതിനാൽ അതിനു മുൻപ് വരുന്ന ഓരോ കാര്യത്തെയും നമ്മൾ നിരാകരിക്കണം. അതൊരു പ്രയാസമാണ് എന്ന് അറിയണം, അത് കഷ്ടമാണ് എന്ന് അറിയണം. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ പ്രജ്ഞയുടെ ക്ഷേത്രം, ഇവിടെ ഗ്രാമസന്യ എന്നുള്ളത് ശൂന്യമാണ്, മനുഷ്യസന്യ എന്നുള്ളത് ശൂന്യമാണ്. ഇവിടെ ശൂന്യമാകാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് അരണ്യസന്യ. അതായത് ഇത് അരണ്യമാണ് എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമേ ഇവിടെയുള്ളൂ, അതുമാത്രമേ ഇവിടെ ഈ സമയത്ത് ഉള്ളൂ. അപ്പോൾ അവിടെ ശൂന്യമായിട്ടുള്ള കാര്യത്തെ ആ ഭിക്ഷു ശൂന്യമായിട്ടുള്ള കാര്യമാണ് എന്ന് അറിയുന്നു. അവിടെ ഉള്ള കാര്യത്തെ അത് ഇവിടെ ഉണ്ട് എന്ന് ആ ഭിക്ഷു അറിയുന്നു. ആനന്ദ, ഇപ്രകാരമാണ് ആ ഭിക്ഷുവിൽ പരിശുദ്ധമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, കലർപ്പില്ലാത്ത ശൂന്യത പ്രതിഷ്ഠിതമാകുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു മനുഷ്യസന്യയെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ ശ്രദ്ധിക്കാതെ, അരണ്യസന്യയെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ ശ്രദ്ധിക്കാതെ, പടവി സന്യ, പൃഥ്വി സന്യ ഇതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ പൃഥ്വി അല്ലെങ്കിൽ ഭൂമിയാണ് അദ്ദേഹത്തിൻ്റെ ധ്യാന വസ്തു. അപ്പോൾ ആ ഭിക്ഷുവിൻ്റെ സന്യ ആ പൃഥ്വി സന്യയിൽ പ്രതിഷ്ഠിതമാകുന്നു, അവിടെ സ്ഥിതമാകുന്നു. അതിൽ ആ വ്യക്തി പ്രാവീണ്യം നേടുന്നു, അതിൽ ആ വ്യക്തിക്ക് ആത്മവിശ്വാസമുണ്ടാകുന്നു. ഉദാഹരണമായിട്ട് ആനന്ദ, ഒരു കാളയുടെ പുറന്തൊലി അത് 100 മരക്കുറ്റിയാൽ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അതിൽ ചുളിവുകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ആനന്ദ, ആ ഭിക്ഷു പർവ്വതങ്ങളെ ശ്രദ്ധിക്കാതെ, എത്തിപ്പെടാൻ പറ്റാത്ത നദികളെ ശ്രദ്ധിക്കാതെ, മരക്കുറ്റികളെ ശ്രദ്ധിക്കാതെ, മുള്ളുകളെയും ദുർഗമമായിട്ടുള്ള പർവ്വതങ്ങളെയും ശ്രദ്ധിക്കാതെ അവർ പൃഥ്വി സന്നിയിൽ മാത്രം അവരുടെ ശ്രദ്ധ പതിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സ് പൃഥ്വി സന്നിയിൽ മാത്രം പ്രതിഷ്ഠിതമാകുന്നു, അവിടെ നിലനിൽക്കുന്നു, അവിടെ സ്ഥിരമാകുന്നു. അവർക്ക് അതിൽ ആത്മവിശ്വാസം വരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇവിടെ മനുഷ്യസന്യയെ കൊണ്ടുള്ള പ്രയാസമില്ല, അതേപോലെ തന്നെ അരണ്യസന്യയെക്കുറിച്ചുള്ള പ്രയാസവും ഇല്ല. സന്യ എന്ന് പറയുമ്പോൾ സംഖ്യ, മനസ്സിൻ്റെ മൂല്യാങ്കണം, അതായത് ശരിയാണോ ചീത്തയാണോ എന്നെല്ലാം അറിയുന്ന ഭാഗം, അതിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. അതിൻ്റെ പാലി ഭാഷയാണ് സന്യ. ഇവിടെ ഒരൊറ്റ പ്രയാസം മാത്രമേ ഉള്ളൂ, അതാണ് പടവി സന്യ, പൃഥ്വി എന്ന് പറയുന്ന സംഖ്യ. അവർ മനസ്സിലാക്കുന്നു, ഇവിടെ മനുഷ്യസംഖ്യ എന്ന് പറയുന്നത് ശൂന്യമാണ്, അരണ്യസന്യ എന്ന് പറയുന്നത് ശൂന്യമാണ്. ശൂന്യമാകാത്ത ഒരു കാര്യം മാത്രമേ ഇവിടെയുള്ളൂ, അതാണ് പടവി സന്യ, പൃഥ്വി സന്യ. അതിനാൽ അവിടെ ശൂന്യമായതിനെ അവിടെ ശൂന്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു, അവിടെ ഉള്ളതിനെ അവിടെ ഉള്ളതാണ് എന്നവർ മനസ്സിലാക്കുന്നു. ആനന്ദ, ഇപ്രകാരമാണ് അവരിൽ പരിശുദ്ധമായിട്ടുള്ള, കളങ്കമില്ലാത്ത, ശരിയായിട്ടുള്ള ശൂന്യത പ്രകടമാകുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു അരണ്യസന്യയെ ശ്രദ്ധിക്കാതെ, പൃഥ്വി സന്യയെ ശ്രദ്ധിക്കാതെ, അനന്ത ആകാശം എന്ന് പറയുന്ന ആകാശഞ്ചായതന സന്യയിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അതായത് ഈ ഭിക്ഷു ഇപ്പോൾ 5ാമത്തെ ധ്യാനത്തിലാണ്. അപ്പോൾ ആ ഭിക്ഷുവിൻ്റെ മനസ്സ് ആകാശഞ്ചായതന സന്യ എന്ന ആ ധ്യാനത്തിൽ പ്രതിഷ്ഠിതമാകുന്നു, അവിടെ നിലനിൽക്കുന്നു, അതിൽ ആത്മവിശ്വാസം വരുന്നു. അവർ ഇങ്ങനെ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു, ഇവിടെ അരണ്യസന്യ കൊണ്ടുള്ള പ്രയാസം ഇല്ല, അതേപോലെ തന്നെ പടവി സന്യയെ കൊണ്ടുള്ള പ്രയാസവും ഇവിടെ ഇല്ല. ഇവിടെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, അതാണ് ആകാശഞ്ചായതന സന്യ, ആകാശം അനന്തമാണ് എന്നുള്ള ആ സംഖ്യ കൊണ്ടുള്ള പ്രയാസം മാത്രമേ ഇവിടെയുള്ളൂ. അതായത് 5ാമത്തെ ധ്യാനത്തെ ഒരു ഉപലബ്ധിയായിട്ടല്ല ഭഗവാൻ പറയുന്നത്, അതിനൊരു പ്രയാസമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ഏത് ധ്യാനത്തിലെത്തിക്കഴിഞ്ഞാലും അതൊരു പ്രയാസമാണ്, അതിനെ മറികടക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആനന്ദ, ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു,
ഈ ക്ഷേത്രത്തിൽ അരണ്യസഞ്ജ എന്ന് പറയുന്ന സഞ്ജ ശൂന്യമാണ്. അതേപോലെ തന്നെ പൃഥ്വി സഞ്ജയും ഇവിടെ ശൂന്യമാണ്. ഇവിടെ ഒരു കാര്യം മാത്രം ശൂന്യമല്ല, അതാണ് ആകാശഞ്ചായതന സഞ്ജ. അത് മാത്രമേ ഇവിടെയുള്ളൂ, അത് ശൂന്യമല്ല. അതിനാൽ അവിടെ ശൂന്യമായതിനെ ശൂന്യമായത് എന്ന് ആ വ്യക്തി അറിയുന്നു, ശൂന്യമല്ലാത്തതിനെ ശൂന്യമല്ല എന്ന് ആ വ്യക്തി അറിയുന്നു. അതായത് ഉള്ളതിനെ പോലെ തന്നെ അറിയുന്നു. ആനന്ദ, ഇപ്രകാരമാണ് ആ ഭിക്ഷുവിൽ പരിശുദ്ധമായിട്ടുള്ള കളങ്കമില്ലാത്ത ശുദ്ധമായിട്ടുള്ള ശൂന്യത ഉൽപ്പന്നമാകുന്നത്. ആനന്ദ, വീണ്ടും ഒരു ഭിക്ഷു ആ പടവി സന്നിയിൽ ശ്രദ്ധിക്കാതെ, ആകാശഞ്ചായതന സന്നിയിൽ ശ്രദ്ധിക്കാതെ, വിജ്ഞാനഞ്ചായതന സന്നിയിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ആ ഭിക്ഷു 6ാമത്തെ ധ്യാനത്തിലാണ്. അവരുടെ മനസ്സ് ആ വിജ്ഞാനഞ്ചായതന സന്നിയിൽ പ്രതിഷ്ഠിതമാകുന്നു, സ്ഥിരമാകുന്നു. അവിടെ അവർക്ക് ആത്മവിശ്വാസമുണ്ടാകുന്നു, അവിടെ തന്നെ അത് ഉറയ്ക്കുന്നു. അവർ അവിടെ ഇങ്ങനെ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു, ഇവിടെ പൃഥ്വി സഞ്ജയെ കൊണ്ടുള്ള പ്രയാസം ഇല്ല, അതേപോലെ തന്നെ ആകാശഞ്ചായതന എന്ന ധ്യാനത്തെ കൊണ്ടുള്ള പ്രയാസവും ഇല്ല. ഇവിടെ വിജ്ഞാനഞ്ചായതന സഞ്ജ എന്ന് പറയുന്ന ആ പ്രയാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ സംഖ്യയുടെ ക്ഷേത്രം പടവി സഞ്ജയാൽ ശൂന്യമാണ്. ഈ സഞ്ജയുടെ ക്ഷേത്രം ആകാശഞ്ചായതന സഞ്ജയാൽ ശൂന്യമാണ്. ഇവിടെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, വിജ്ഞാനഞ്ചായതന സഞ്ജ. അതിനാൽ ശൂന്യമായതിനെ ആ ഭിക്ഷു ശൂന്യമായത് എന്ന് അറിയുന്നു, അവിടെ ഉള്ളതിനെ അതവിടെ ഉള്ളതാണ് എന്ന് ആ ഭിക്ഷു അറിയുന്നു. ആനന്ദ, ഇപ്രകാരമാണ് ആ ഭിക്ഷുവിൽ പരിശുദ്ധവും കളങ്കമില്ലാത്തതും ശുദ്ധവുമായിട്ടുള്ള ശൂന്യത അവരിൽ പ്രകടമാകുന്നത്. ആനന്ദ, വീണ്ടും ഒരു ഭിക്ഷു അനന്ത ആകാശം എന്ന് പറയുന്ന ആ സന്യയെ ശ്രദ്ധിക്കാതെ, വിജ്ഞാനഞ്ചായതനം എന്ന് പറയുന്ന ആ സന്യയെ ശ്രദ്ധിക്കാതെ, അകിഞ്ചന്യായതന സഞ്ജ എന്ന് പറയുന്ന ആ സന്യയിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഭിക്ഷു ഇപ്പോൾ 7ാമത്തെ ധ്യാനത്തിലാണ്. ആ ഭിക്ഷുവിൻ്റെ മനസ്സ് ആ അകിഞ്ചന്യായതന സന്യയിൽ പ്രതിഷ്ഠിതമാകുന്നു, അവിടെ സ്ഥിരമാകുന്നു. ആ സന്യയിൽ ആ ഭിക്ഷുവിന് ആത്മവിശ്വാസമുണ്ടാകുന്നു. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇവിടെ ആകാശഞ്ചായതന സഞ്ജയെ കൊണ്ടുള്ള ഒരു പ്രയാസം ഇവിടെയില്ല, അതേപോലെ തന്നെ വിജ്ഞാനഞ്ചായതന സഞ്ജയെ കൊണ്ടുള്ള പ്രയാസവും ഇവിടെയില്ല. ഇവിടെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, അതാണ് അകിഞ്ചന്യായതന സഞ്ജ. സഞ്ജ എന്ന് പറയുമ്പോൾ സംഖ്യ, സഞ്ജ എന്ന് പറയുന്നത് പാലിയാണ്, സംഖ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം, അതായത് മനസ്സിൻ്റെ ആ മൂല്യാങ്കനം ചെയ്യുന്ന ഭാഗം, നല്ലതാണോ ചീത്തയാണോ എന്നെല്ലാം അറിയുന്ന ഭാഗത്തിനാണ് സംഖ്യ എന്ന് പറയുന്നത്. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ സഞ്ജയുടെ ക്ഷേത്രം ഇവിടെ ആകാശഞ്ചായതന സഞ്ജ ശൂന്യമാണ്, വിജ്ഞാനഞ്ചായതന സഞ്ജയും ഇവിടെ ശൂന്യമാണ്. ഇവിടെ ശൂന്യമല്ലാത്ത ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതാണ് അകിഞ്ചന്യായതന സഞ്ജ, അതായത് ഒന്നുമില്ല എന്ന് പറയുന്ന ആ സഞ്ജ, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ആനന്ദ, അതിനാൽ ആ ഭിക്ഷു ശൂന്യമായതിനെ ശൂന്യമായത് എന്ന് കരുതുന്നു, എന്ത് ഉണ്ടോ അതിനെ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ആ ഭിക്ഷുവിൽ പരിശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള കളങ്കമില്ലാത്ത ശൂന്യത പ്രകടമാകുന്നത്. ആനന്ദ, ഒരു ഭിക്ഷു ആകാശഞ്ചായതന സഞ്ജ അതിനെ ശ്രദ്ധിക്കാതെ, അകിഞ്ചന്യായതന സഞ്ജ അതിനെ ശ്രദ്ധിക്കാതെ, നേവസഞ്ജ നാസന്യായതന എന്ന ആ സംഖ്യയെ മാത്രം ശ്രദ്ധിക്കുന്നു. അതായത് ഇപ്പോൾ ആ ഭിക്ഷു 8ാമത്തെ ധ്യാനത്തിലാണ്. അപ്പോൾ അവരുടെ മനസ്സ് നേവസഞ്ജ നാസന്യായതന എന്ന് പറയുന്ന ആ സംഖ്യയിൽ പ്രതിഷ്ഠിതമാകുന്നു, അവിടെ സ്ഥിരമാകുന്നു, അതിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ടാകുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു, ഇവിടെ അനന്തവിജ്ഞാനം എന്ന് പറയുന്ന സംഖ്യയെ കൊണ്ടുള്ള പ്രയാസം ഇല്ല, അതേപോലെ തന്നെ അകിഞ്ചന്യായതനം എന്ന് പറയുന്ന സംഖ്യയെ കൊണ്ടുള്ള പ്രയാസവും ഇല്ല. ഇവിടെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, അതാണ് നേവസഞ്ജ നാസന്യായതന എന്ന് പറയുന്ന ആ സംഖ്യ. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ സംഖ്യയുടെ ക്ഷേത്രം ഇവിടെ അനന്തവിജ്ഞാന സംജ്ഞ എന്ന് പറയുന്നത് ശൂന്യമാണ്, അകിഞ്ചന്യായതന സംജ്ഞ എന്ന് പറയുന്നത് ശൂന്യമാണ്. ഇവിടെ ശൂന്യമല്ലാത്തത് ഒന്നു മാത്രമേ ഉള്ളൂ, നേവസഞ്ജ നാസന്യായതന എന്ന് പറയുന്ന സംഖ്യ.
അപ്പോൾ അവർ അവിടെ ഇല്ലാത്തതാണ് എന്ന് കരുതുന്നു, ശൂന്യമാണ് എന്ന് കരുതുന്നു, അവിടെ ഉള്ളതിനെ അവിടെ ഉള്ളതാണ് എന്ന് കരുതുന്നു. അങ്ങനെയാണ് ഈ ശുദ്ധമായിട്ടുള്ള കളങ്കമില്ലാത്ത ശൂന്യത അവരിൽ പ്രകടമാകുന്നത്. അതിനുശേഷം ആ ഭിക്ഷു അകിഞ്ചന്യായതനം എന്ന് പറയുന്ന ആ സന്യയെ ശ്രദ്ധിക്കാതെ, നേവസന്യ നാസന്യായതന എന്ന് പറയുന്ന ആ സന്യയെ ശ്രദ്ധിക്കാതെ അനിമിത്ത ചേതോസമാധിയിൽ തൻ്റെ ശ്രദ്ധ വയ്ക്കുന്നു. അതായത് അത് അത്തരം ഒരു സമാധിയാണ്. അവിടെ നിമിത്തങ്ങൾ ഒന്നും തന്നെ ഇല്ല, അനിമിത്തമാണ്. 8ാമത്തെ ധ്യാനം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത്. അവിടെ ആ അനിമിത്ത ചേതോ സമാധിയിൽ അവരുടെ ചിത്തം പ്രതിഷ്ഠിതമാകുന്നു, അവിടെ നിലനിൽക്കുന്നു. അതിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ടാകുന്നു. അവർ ഇങ്ങനെ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു, ഇവിടെ അകിഞ്ചന്യായതനം എന്ന് പറയുന്ന സന്യ ശൂന്യമാണ്, നേവസന്യ നാസന്യായതന എന്ന് പറയുന്ന സന്യയും ശൂന്യമാണ്. അത് രണ്ടും കൊണ്ടുള്ള പ്രയാസം ഇവിടെയില്ല. ഇവിടെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ 6 ഇന്ദ്രിയക്ഷേത്രങ്ങൾ, അത് ഈ ജീവൻ്റെ തന്നെ കാരണമാണ്. ഇപ്പോഴുള്ള പ്രയാസം ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ 6 ഇന്ദ്രിയക്ഷേത്രങ്ങൾ തന്നെയാണ്. അതായത് ഈ സമയത്തും ആ 6 ഇന്ദ്രിയങ്ങളും ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിന് അർത്ഥം. അവ പരിപൂർണമായിട്ടും നിരോധമായിട്ടില്ല. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ സംഖ്യയുടെ ക്ഷേത്രം അകിഞ്ചന്യായതന സന്യയാൽ ശൂന്യമാണ്, നേവസന്യ നാസന്യായതന സന്യയാൽ ശൂന്യമാണ്. ഇവിടെ ശൂന്യമല്ലാത്തത് ഒന്നു മാത്രമേ ഉള്ളൂ, ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 6 ഇന്ദ്രിയങ്ങളും അതേപോലെ തന്നെ ഈ ജീവനും, അല്ലെങ്കിൽ ജീവിതം എന്ന ആ പ്രത്യയവും. അപ്പോൾ അവിടെ ശൂന്യമായതിനെ ശൂന്യമായത് എന്ന് അറിയുന്നു, ഉള്ളതിനെ ഉള്ളത് എന്ന് അറിയുന്നു. ആനന്ദ, ഇപ്രകാരമാണ് അവരിൽ ശുദ്ധമായിട്ടുള്ള കളങ്കമില്ലാത്ത ശൂന്യത അവരിൽ പ്രകടമാകുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു അകിഞ്ചന്യായതന സന്യയെ ശ്രദ്ധിക്കാതെ, നേവസന്യ നാസന്യായതന സന്യയെ ശ്രദ്ധിക്കാതെ അനിമിത്ത ചേതോസമാധിയിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അതായത് ഇപ്പോൾ ആ ഭിക്ഷുവിൻ്റെ മനസ്സ് അത്തരം മനസ്സിൻ്റെ സമാധിയിലാണ്. അവിടെ അനിമിത്തം, യാതൊരുവിധ നിമിത്തങ്ങളും ഇല്ല. അവിടെ മനസ്സ് ആ അനിമിത്ത ചേതോസമാധിയിൽ സ്ഥിതമാകുന്നു. അവർക്ക് അതിൽ ആത്മവിശ്വാസം വരുന്നു. അവർ പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ അനിമിത്ത ചേതോസമാധിയും സംസ്കാരങ്ങളാൽ പ്രേരിതമാണ്, മനസ്സിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അഭിസംഗതോ അഭിസഞ്ചതയിതോ, അതായത് ഈ അനിമിത്ത ചേതോസമാധിയും സംസ്കാരങ്ങൾ ഉള്ളതാണ്, അത് മനസ്സിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഏതൊന്ന് സംസ്കാരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണോ, മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണോ, അത് അനിത്യമാണ്, നിരോധമാകുന്നതാണ്, ഇല്ലാതാകുന്നതാണ്. കാരണം മനസ്സിൻ്റെ ഏത് ക്ഷേത്രമായി കഴിഞ്ഞാലും അത് അനിത്യമാണ്, അത് ഇല്ലാതാകുന്നതാണ്. ഇപ്രകാരം അറിഞ്ഞുകൊണ്ട്, ഇപ്രകാരം കണ്ടുകൊണ്ട് അവരുടെ മനസ്സ് കാമാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, ഭവാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, അവിദ്യാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു. അപ്പോൾ ആ ഭിക്ഷു അനിമിത്ത ചേതോ സമാധിയിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അതിനെ അനിത്യമാണ്, ഇത് സംസ്കാരങ്ങളാൽ നിർമ്മിതമാണ്, മനസ്സിനാൽ സൃഷ്ടിച്ചതാണ് എന്ന് അറിയുന്ന സമയത്ത്, അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് കാമാസവത്തിൽ നിന്നും ഭവാസവത്തിൽ നിന്നും അവിദ്യാസവത്തിൽ നിന്നും വിമുക്തമാകുന്നു. അതായത് അവർ അർഹന്തനാകുന്നു. വിമുക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിമുക്തമായി എന്ന ജ്ഞാനം അവർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ മനസ്സിലാകുന്നു, പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി മറ്റൊരു ഭവത്തിലും പുനർജന്മം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇവിടെ കാമാസവത്തിൻ്റെ പ്രയാസമോ ഭവാസവത്തിൻ്റെ പ്രയാസമോ അവിദ്യാസവത്തിൻ്റെ പ്രയാസമോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, ശരീരത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഈ 6 ഇന്ദ്രിയ ക്ഷേത്രങ്ങൾ അത് ജീവിതത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ശരീരവും അതേപോലെ തന്നെ ഈ 6 ഇന്ദ്രിയ ക്ഷേത്രങ്ങളും ജീവിതവും തന്നെയാണ്.
പ്രജ്ഞാപൂർവം അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഈ സംഖ്യയുടെ ക്ഷേത്രത്തിൽ കാമാസവസന്യ, ഭവാസവസന്യ, അവിദ്യാസവസന്യ ഇവ ശൂന്യമാണ്. ശൂന്യമില്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന 6 ഇന്ദ്രിയങ്ങൾ അത് ജീവിതത്തിനാൽ പ്രേരിപ്പിക്കപ്പെട്ടതാണ്. അതിനാൽ ആ ഭിക്ഷു അവിടെ ശൂന്യമായതിനെ ശൂന്യമായത് എന്ന് അറിയുന്നു, ഉള്ളതിനെ ഉള്ളത് എന്ന് അറിയുന്നു. ഇപ്രകാരമാണ് ആനന്ദ ആ ഭിക്ഷുവിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, കളങ്കമില്ലാത്ത ശൂന്യത പ്രകടമാകുന്നത്. ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തും ഏതൊരു ശ്രമണ ബ്രാഹ്മണന്മാർ പരിശുദ്ധവും ഏറ്റവും സൂക്ഷ്മവും ശൂന്യവുമായിട്ടുള്ള ശൂന്യതയിൽ വിഹരിക്കുന്നുവോ, അവർ പരിശുദ്ധവും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ ശൂന്യതയിൽ തന്നെയാണ് വിഹരിക്കുന്നത്. അതിനാൽ ആനന്ദ, താങ്കൾ ഈ രീതിയിൽ അഭ്യസിക്കണം. ഈ പരിശുദ്ധമായ പരമാണുക്കളിൽ നിന്നും അതീതമായിട്ടുള്ള ഈ ശൂന്യതയിൽ അത് നേടിക്കൊണ്ട് ഞാൻ വിഹരിക്കും. ആനന്ദ, ഇപ്രകാരമാണ് താങ്കൾ അഭ്യസിക്കേണ്ടത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. ആയുഷ്മാൻ ആനന്ദൻ ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ തൃപ്തനായി, സന്തുഷ്ടനായി. ചൂള ശൂന്യത സുത്തം നിഠിതം. അതിനാൽ 8 ധ്യാനങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അനിമിത്ത ചേതോ സമാധിയാണ്. അതിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ കാമാസവം, അതേപോലെ തന്നെ അവിദ്യാസവം, ഭവാസവം ഇവയെല്ലാം മാറി നമ്മൾ അർഹന്തരായിട്ട് തീരും. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരിയുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമ്മൾ പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്നും വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.